ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തട്ടേൽ ഗ്രാമത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരിപ്പുറം ദേവി ക്ഷേത്രത്തിലാണ്. ഇന്നിവിടുത്തെ ഉത്സവമാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി എല്ലാവർക്കും അറിയാം, എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ്റെ ഭാര്യയാണ്, ചേട്ടനും ഉണ്ട് കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്നിവിടുത്തെ ഉത്സവ കാഴ്ചകളാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ കുറച്ച് താമസിച്ചിട്ടാണ് അമ്പലത്തിൽ വന്നത്. ഇവിടെ 2 ദിവസമാണ് ഉത്സവം. ആദ്യത്തെ ദിവസം കെട്ടുകാഴ്ചയും പിറ്റേന്ന് ഗരുഡൻ തൂക്കവുമാണ് നടത്തപ്പെടുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിന് ഒരിപ്പുറം എന്നുള്ള പേര് വരാൻ ഒരു കാരണമുണ്ട്. അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പ് യോഗീശ്വരൻ്റെ കാലശേഷം കാട് മൂടിക്കിടന്നിരുന്ന ദേവി വിഗ്രഹം സ്ത്രീ അരിവാളിന് വീശിയപ്പോൾ രക്തം പൊടിഞ്ഞ ദേവി ചൈതന്യം വെളിപ്പെടുകയും ഭൂവുടമയുടെ നേതൃത്വത്തിൽ ഒരിപ്പുറം മാത്രമുള്ള ഒരു താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ആരാധിക്കുകയും ചെയ്തു. തന്മൂലം ഒരിപ്പുറം എന്ന നാമത്തിൽ അറിയപ്പെടുകയും ചെയ്തു. മീനമാസത്തിലെ ഭരണി കാർത്തിക നാളിലാണ് ഇവിടെ ഉത്സവം നടത്തപ്പെടുക. ഭരണി നാളിൽ ഇവിടെ കെട്ടുകാഴ്ചയും കാർത്തിക നാളിൽ ഗരുഡൻ തൂക്കവും ഉണ്ടായിരിക്കും. തൂക്ക വഴിപാട് നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തട്ടയിൽ ഒരിപ്പുറം ഭഗവതി ക്ഷേത്രം. ഇഷ്ടസന്താന ലബ്ധിക്കും പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് നടത്തുന്ന ആചാരമാണ് ഒരിപ്പുറം നേർച്ച തൂക്കം. പിഞ്ചു കുഞ്ഞുങ്ങളെ തൂക്കുവില്ലിലേറ്റി നടത്തുന്ന ഈ ആചാരം ദർശിക്കുന്നതിന് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തസഹസ്രങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേർച്ചത്തൂക്കമാണ്. ദേവമാധവ് കെയർ ഓഫ് ദിനിൽ കുമാർ പാലവിളപ്പുത്തൻ വീട് തുവയൂർ കടമ്പിനാട് കെയർ ഓഫ് മല്ലിക സായുജ്യ കെയർ ഓഫ് സനൂപ് ശ്രീഭവനം പറക്കോട് കെയർ ഓഫ് ഇടമാലി സായിനാഥ് ജെ നായർ കെയർ ഓഫ് മനു ശോഭന വിലാസം തെങ്ങമ്മ കെയർ ഓഫ് ഇടമാലി മല്ലിക ഇടമാലി കിടക്കാരുടെ നേതൃത്വത്തിലാണ് 22ാമത് പടയം തൂക്കം. 23ാമത് പടയം തൂക്കം ധ്രുവ്
കെയർ ഓഫ് അർജുൻ രാജ്, പാടുവേലിൽ പാറക്കര കെയർ ഓഫ് പാറക്കര, ലക്ഷ്യ ഹരീഷ് കെയർ ഓഫ് ഹരീഷ്, നിർവൃതി ഭവൻ പൊടിയാടി തിരുവല്ല കെയർ ഓഫ് പൊങ്ങലടി ഗൗതമി. 23ാമത് വളയം തൂക്കം പാറക്കര പൊങ്ങലടിക്കരക്കാരുടെ നേതൃത്വത്തിലാണ്. ഇരുപത്തിരണ്ടാമത് വളയം തൂക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ദേവമാധം എന്ന കുഞ്ഞിന്റെയും തിരികെ അവന്റെ കാലുകൾ, ആ കുഞ്ഞിന്റെ കാലുകൾ മണ്ണിൽ പതിപ്പിച്ച് അവിടെ ബലവത്താക്കി ഈ സമയം തൂക്കക്കാരെങ്കിലും അവിടെ കത്തിച്ചു വെച്ചുള്ള കിഴങ്ങുകളിൽ തൂക്ക ആചാരന്മാർ പറഞ്ഞു കൊടുക്കുന്ന ആ വൈകാരികൾ എന്നിവയും അതുപോലെ തന്നെ ചേച്ചി ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഉത്സവം കാണുന്നത്. ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം സമയം വൈകിയതുകൊണ്ട് അവർക്ക് വീട്ടിലും തിരിച്ചു പോകണം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഉത്സവ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി വീട്ടിൽ പോവുകയാണ്. അവരെ ഇനി ബസ് കയറ്റി വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാൻ. അമ്മയുടെ ആലയത്തിൽ ആ തങ്ക സുവർണ്ണ ആലയത്തിൽ സംഘർഷോക്കയോടെ ഒരു പ്രശ്രീ ഭഗവതി ഒറ്റവിപ്പുറത്തമ്മ വാഴുകയാണ്. രാജരാജേശ്വരിയായി, രാജ്യമാർക്ക് രാജ്ഞിയായി, രാജാക്കന്മാർക്ക് രാജാവായി, ചക്രവർത്തിനിയായി ഒരു പ്രശ്രീ ഭഗവതി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ഇതുവരേക്ക് ബൈ.